ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ തിരിച്ച് പ്രകാശത്തിരിക്കുന്നു ഗായ്സ്. പ്രകാശത്തിൽ പിന്നെ നമ്മളെ വണ്ടി ഇവിടെ റെഡിയാണ്. അടുത്ത കുളിപ്പിക്കൽ പരിപാടി കിടക്കാം ഗായ്സ്. അങ്ങനെ വണ്ടിയെ കുളിപ്പിച്ച് റെഡിയാക്കി പുറത്തിറക്കിയപ്പോൾ എന്താ വർക്കത്ത് ഒന്ന് കുളിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ലുക്ക് മാറുന്നൊക്കെ പറഞ്ഞ ഉള്ളതാണ് ഗൈസ്. കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വന്നാലും റോസാപ്പൂ കൊണ്ടുവന്ന റോസാപ്പൂക്കെ വാങ്ങിച്ചു നമുക്ക് അവിടെ ഹോൾഡ് ഗൈസ്. അങ്ങനെ നമ്മളെ ശിബുക്കുട്ടനും എല്ലാവരും കുളിച്ച് റെഡിയായി വെള്ളമൊക്കെ ഇട്ട് ഇറങ്ങി ഗൈസ്. വെള്ളം മസ്റ്റാണ് ഗൈസ്. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ശിബുക്കുട്ടനോട് പോയി വാങ്ങിച്ച പേടയൊക്കെ വെച്ച് നമ്മൾ പരിപാടി തുടങ്ങാൻ തുടങ്ങി. അങ്ങനെ അണ്ണൻ്റെ കുടുക്ക എടുത്ത് ഓം നമശിവായെന്ന് പറഞ്ഞ പരിപാടിയും തുടങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ നിർത്തി നമ്മളെ തങ്കോണൊരു നമസ്കാരം, തീ നമസ്കാരം കഴിഞ്ഞ് പ്രകാശൻ്റെ കുറിയടിയും കഴിഞ്ഞ് നമ്മൾ തട്ടകമൊക്കെ എടുത്ത് മാറ്റി അടുത്ത പരിപാടി പിടിക്കായപ്പോഴാണ് കഴിച്ച് ആ സത്യം ഞാൻ കണ്ടത്. എൻ്റെ റോസാപ്പൂ പേടരടായി. അങ്ങനെ അതും കണ്ട് ആ റോസാപ്പൂ എടുത്ത് അണ്ണൻ നേരെ പ്രകാശനെ കൊടുത്ത് മാസൊക്കെ ഇട്ട് എൻ്റെ പൂവിൻ്റെ കഥ. അങ്ങനെ നമ്മൾ നേരെ തങ്കോണൊരു പുടവയൊക്കെ അടിച്ച് നമ്മൾ നേരെ പേടയൊക്കെ തിന്ന് ഒരു റൗണ്ട് കറങ്ങി നേരെ നമ്മൾ താക്കോലെടുത്ത് കഴിച്ച് വണ്ടിയുടെ അടുത്തേക്ക് ഗ്യാഷല്ല. അങ്ങനെയാണ് എൻ്റെ ആ ആഗ്രഹം കഴിഞ്ഞ്. പിന്നെ നമ്മൾ നേരെ ശിബുക്കുട്ടിനെ വിളിച്ച് തട്ടകം കൊടുത്തിട്ട് നമ്മൾ നേരെ തട്ടുംപുറത്ത് കയറ്റി. അങ്ങനെ അണ്ണൻ നേരെ തട്ടുംപുറത്തും കയറ്റി സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഭഗവാനെ ഈശ്വരാ ഒന്ന് കാത്തോളണെന്ന് പറഞ്ഞ പരിപാടി തെറ്റ് താക്കോലെടുത്തിട്ട് ഒരു അടിയൊക്കെ അടിച്ച് വണ്ടിയെ കണക്കി കഴിച്ചു. വണ്ടി എനിക്ക് അങ്ങോട്ട് എടുത്തേക്ക് നമുക്ക് പിന്നെ പോകാനുള്ള സെറ്റപ്പ് ചെയ്യേണ്ട ഗൈസ്. അങ്ങനെ ഞാൻ ശിബുക്കുട്ടനെ ഇവനെ എല്ലാം ബാഗും വാരിയിട്ട് നേരെ വണ്ടിക്കകത്ത് കയറി ഗൈസ്. ഇത് സെറ്റപ്പ് ഒന്നും പറയില്ല. ഈ അടിന്നടിക്കുന്ന നീല ലൈറ്റ് കണ്ട ഗൈസ്. എന്ത് രസം, നല്ല ബർക്കത്തായിട്ടുണ്ട്. പിന്നെ അതും കണ്ട അളിയൻ്റെ ആഗ്രഹം മാഷാള്ള അളിയൻ്റെ ആഗ്രഹം പോലെ വണ്ടി പുറത്തോട്ടിറങ്ങി കഷ്ടപ്പാടിനൊടുവിൽ ഗൈസ്. അങ്ങനെ നമ്മൾ ഇറക്കി. അങ്ങനെ നമ്മൾ നേരെ പമ്പിൽ കയറ്റി ഡീസൽ ഓടിച്ച് നമ്മളെ വീട്ടിലോട്ട് പോകണം ഗൈസ്. ബൈ, സീ യു.